അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നൊരു വീഡിയോ ഷൂട്ടിന് വന്നേക്കണം കേട്ടോ. അതായത് നമ്മുടെ ഇവിടെ ഇപ്പോൾ ഡിപ്മാൻ്റെ ഒരു ഗോഡൗണിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. നമ്മുടെ റാലി കാർ ഇവിടെ ഇട്ടുണ്ട്. ഇതാണ് നമ്മുടെ റാലി കാർ കേട്ടോ. വണ്ടി നോക്ക്, വണ്ടി കുട്ടപ്പനായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചാൽ കേട്ടോ, സെറ്റായിട്ട് വെച്ചേക്കണേ വണ്ടി. ഒരു രക്ഷയില്ല, മാരക ലുക്കാണ് കേട്ടോ വണ്ടിക്ക്. നമുക്ക് മേളിൽ എടുത്ത് നോക്കാം ഏതെങ്കിലും വണ്ടി. ഈ വണ്ടിയുടെ മേളിലിരിക്കും വണ്ടി ഇതേ ഇരിക്കണ്ട, ഒരു രക്ഷയില്ല. വണ്ടി ഇന്നലെ ഞാൻ ക്ലീൻ ചെയ്ത് സെറ്റാക്കി വെച്ചോളൂ. പക്ഷെ എന്ത് ചെയ്യാനാണ്, ഇപ്പോൾ കിടലം മഴയാണ്. മഴയത്ത് അപ്പോൾ നമ്മുടെ UDR കൂടി ഇറക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് വീഡിയോ ഷൂട്ടുണ്ട്. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ വന്നേക്കണം കേട്ടോ. വണ്ടി ഒന്ന് ബാറ്ററി ഇട്ട് ഒന്ന് ഓണാക്കണം. അപ്പോൾ നമുക്ക് വീഡിയോ ഷൂട്ടും കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. ഓക്കെ, എങ്ങനെയുണ്ടെന്ന് നോക്കണ്ടേ നമ്മുടെ റാലിക്കാരൻ്റെ വീഡിയോ ഷൂട്ട്. ഞാൻ ഇതിൻ്റെ കൂടെ ആ ക്ലിപ്പും കൂടി ഇടാം. നമ്മുടെ അർജുൻ ബ്രോയാണ് നമ്മുടെ അടുത്ത് വീഡിയോ ഷൂട്ടിന് വേണ്ടി വന്നേക്കുന്നത്. ഒരു നിക്കോണിൻ്റെ ക്യാമറയുടെ ലോഞ്ചിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, നമ്മുടെ വണ്ടിയുടെ വീഡിയോ ഷൂട്ട് തുടങ്ങാൻ പോകണം. ദേ ഇവിടെ നിന്ന് പോണ രീതിയൊക്കെ എടുക്കാൻ കേട്ടോ. വണ്ടി ഒരു രക്ഷയില്ല. ഇവിടെ ഉള്ളിൽ വെച്ചാണ് കൂടുതലും എടുക്കുന്നത്. പുറത്ത് നല്ല മഴയാണ്, അതിൻ്റെ സൗണ്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിപ്പുണ്ട് കേട്ടോ. വണ്ടി കറക്കി തുടങ്ങി. ടയർ തീരും ഈ പറഞ്ഞോളം. നല്ല ഒന്ന് സിമെൻറ്റിൻ്റെ തറയാണ്. നമ്മൾ സ്ലൈഡ് ചെയ്തൊക്കെ വരുമ്പോൾ ടയറൊക്കെ തീർന്നു പോകും. ഷൂട്ട് ചെയ്യാൻ കുറച്ച് പാടാണ്. ക്യാമറ വെച്ച് ഷൂട്ട് ചെയ്യാനായിട്ട് ഗിംബലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമുക്ക് ഷൂട്ടിങ് കുറച്ച് പാടാണ്. വണ്ടി ഓടിച്ച് കറക്റ്റ് കിട്ടില്ല. ഒന്ന് വണ്ടിക്ക് നല്ല സ്പീഡുള്ളതുകൊണ്ട് ക്യാമറയിൽ എടുക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ടാണ്. ഒന്ന് ഗിംബലൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഷേക്കിങ് കുറയും. പക്ഷേ വണ്ടി നമുക്ക് സ്പീഡിൽ പോകുമ്പോൾ കിട്ടില്ല. പെട്ടെന്ന് ക്യാമറയിൽ നിന്ന് ഔട്ട് ഓഫ് ഫോക്കസ് ആയിട്ട് പോകും. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. പിന്നെ പുറകൊക്കെ ഓടണം. അങ്ങനെ ഒന്ന് ഭയങ്കര പാടാണ് നമുക്ക് വീഡിയോസ് എടുക്കാനൊക്കെ ആയിട്ട്. ഈ RC കാറിൻ്റെ മൂവി ഷോട്ട്സ് എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഡിഫിക്കൽട്ട് പരിപാടിയാണ്. ഒന്ന് പുറകെ ഓടണം. വലിയ വണ്ടിയല്ല. വലിയ വണ്ടിയാണെങ്കിൽ നമുക്ക് ക്യാമറയുടെ ഫുൾ ഫ്രെയിമിൽ കിട്ടും. ഈ വണ്ടിയാണെങ്കിൽ നമുക്ക് അറിയാനും കിട്ടില്ല. കണ്ടില്ലേ, ഇപ്പം തന്നെ നമ്മൾ ഡ്രിഫ്റ്റ് ചെയ്യുമ്പോഴൊക്കെ സൂക്ഷിച്ച് കറക്റ്റ് ചെയ്ത് ഫോക്കസ് ചെയ്തൊക്കെ ഇതിൻ്റെ പുറകെ തന്നെ കിട്ടിയാൽ മാത്രമാണ് നമുക്കത് എടുക്കാൻ പറ്റുള്ളൂ. കുറച്ച് അടുത്ത ടൈറ്റ് ഷോട്ടൊക്കെ ആണെങ്കിൽ ഒരു രക്ഷ ഉണ്ടാവില്ല, കിട്ടുകയില്ല. ഭയങ്കര പാടാണ്. ബാക്ക്ഗ്രൗണ്ടിൽ ലൈറ്റ് വെച്ചിട്ട് നമുക്ക് ആ പൊടി പറക്കുന്ന രീതിയിലുള്ള ഷോട്ടാണ് ഇപ്പോൾ എടുക്കുന്നത്. അതാണ് കറങ്ങി ബാക്കിൽ നമ്മൾ ഒരു ലൈറ്റ് ചെയ്തിട്ട് താഴ്ത്തി വെച്ചിട്ട് അവിടുന്ന് ഷോട്ട് എടുക്കുമ്പോൾ നമുക്ക് ആ പൊടിയിൽ പറക്കണ ഫീൽ ശരിക്കും ഈ വീഡിയോയിൽ കിട്ടിയിട്ടാണ്. ഇങ്ങനെ പല ആംഗിളിൽ വീഡിയോ ലൈറ്റും കാര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് നടക്കുന്നത്. പല ഷോട്ടുകൾ ഉള്ളിലത്തെ കഴിഞ്ഞു. അങ്ങനെ കുറേ ടൈം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. മഴ ഇപ്പോൾ കുറച്ച് കുറഞ്ഞിറങ്ങും. അപ്പോൾ ആ പുറത്ത് പോയിട്ട് വെള്ളത്തിൽ കൂടെയുള്ള ഷൂട്ടൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണ്. ഇതിപ്പോൾ ഗോഡൗണിൽ നിന്ന് ഇറങ്ങി തന്നെ ചെയ്യുന്നതാണ് വണ്ടിയുടെ. ഒരു രക്ഷയില്ല, വണ്ടി കാണാൻ മാരക ലുക്കാണ്. അപ്പോൾ മഴയും പെയ്തു. ഞങ്ങളപ്പോൾ തന്നെ വേറെ സ്ഥലത്ത് നിന്നിട്ട് സൈഡിലൊക്കെ നിന്നിട്ടാണ് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതുകൊണ്ട് തന്നെ നല്ല മഴയായിരുന്നു. അപ്പോൾ മഴയത്ത് വണ്ടി റാലി ഓടണ കാണാൻ തന്നെ ഭയങ്കര ഭംഗിയാണ് കേട്ടോ. നിൽക്കണ കാണാൻ തന്നെ ഭംഗിയാണ്. നിങ്ങൾക്ക് കണ്ടറിയാം. ഇഷ്ടപ്പെട്ടവരുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം കേട്ടോ. എന്നാലാണ് കൂടുതൽ വീഡിയോസ് നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കണ്ട വണ്ടി തെന്നി പോണതും വണ്ടി വെള്ളത്തിൽ ഓടുന്നതൊക്കെ ഭയങ്കര ഭംഗിയാണ് കാണാൻ. ഭയങ്കര ക്യൂട്ടാണ്. നമ്മൾ ശരിക്കും പറഞ്ഞാൽ ചെറുപ്പത്തിലൊക്കെ ആഗ്രഹിച്ചൊരു സംഭവമാണ്. അതായത് വെള്ളത്തിൽ കൂടെ ഒക്കെ കാർ ഓടിക്കണം എന്നുള്ളത്, RC കാറൊക്കെ ഓടിക്കണം എന്നുള്ളത് നമുക്ക് ഒരു ഭയങ്കര. ഞാനൊക്കെ പണ്ടേ മുതൽ നമ്മൾ RC എടുത്ത കാലം മുതൽ മഴ വരുമ്പോഴത്തേക്കും വണ്ടിയായിട്ട് ഇറങ്ങും കേട്ടോ. നല്ല രസമാണ് മഴയത്ത് വണ്ടി ഓടിക്കാനായിട്ട്. കാര്യം വാട്ടർ പ്രൂഫാണ്, എന്നാലും ഇതിന് മെയിൻ്റെനൻസ് ഉണ്ട്. ഇപ്പം ഞങ്ങളിത് അതിൻ്റെ വണ്ടി കയറ്റി മറ്റു വണ്ടികളൊന്നും ഇറക്കിയില്ല കേട്ടോ. UDR വേറെ വണ്ടി ഉണ്ടായിരുന്നു, അതൊന്നും ഇറക്കിയില്ല. വണ്ടി തീർന്നു. അപ്പോൾ പരിപാടി തീർന്നു. അപ്പോൾ ബൈ.